നമ്മുടെ നാട്ടിൽ ഒരു 70% കുട്ടികൾ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ധൈര്യപൂർവ്വം സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. പക്ഷെ BSc നഴ്സിംഗിന് കേരളത്തിൽ വളരെ കുറച്ച് സീറ്റ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഔട്ട്സൈഡ് എസ്പെഷ്യലി കർണാടക, ബാംഗ്ലൂർ സൈഡിലോട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫ്ലോ ഉണ്ട് BSc നഴ്സിംഗിന്. എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ പേരൻസിനും കുട്ടികൾക്കും ഒക്കെ ഉള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. മീൻസ് മറ്റൊരു നാട്ടിൽ മറ്റൊരു ഭാഷ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് എങ്ങനെ പരിചയപ്പെടും, അതേപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് നമുക്ക് എങ്ങനെ ഇത് വരും, ഫുഡിന്റെ കേസ്, അതേപോലെ തന്നെ അഫിലിയേഷന്റെ കേസ്, അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുമോ, അങ്ങനെ 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 നൂറുകൂട്ടം ടെൻഷൻസും കാര്യങ്ങളും നമ്മളിപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും പേരൻസിനും കുട്ടികൾക്കും ഉണ്ടാവും. ഈ ടെൻഷൻ ഒന്നും നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാത്ത ഒരു ക്യാമ്പസ് ഉണ്ട് ബാംഗ്ലൂര്, ശാന്തിനാമ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശാന്തിനാമ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി മാനേജ്മെന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും നമ്മുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനും കഴിവുള്ളതും അതേപോലെ തന്നെ അതിന് മനസ്സുള്ളതുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ശാന്തിനാമ കോളേജിലുള്ളത്. മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരേ രീതിയിലാണ് കാര്യം. എല്ലാവരും മലയാളീസ് ആണ്. ഏകദേശം ഒരു 20-25 വർഷമായിട്ടുള്ള ക്യാമ്പസ് ആണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. അത് നമ്മൾ റെഫർ ചെയ്ത് വിട്ടിട്ടുള്ള കുട്ടികളൊക്കെ 100% ഹാപ്പിയാണ്. അതേപോലെ തന്നെ അവർക്ക് ജോലി കിട്ടിയിട്ട് അവർ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മളെ കാണാൻ വരാറുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, മലയാളി മാനേജ്മെന്റ്. മലയാളി മീൻസ് മലയാളീസ് ആണ് കൂടുതൽ സ്റ്റാഫ്, അതേപോലെ കുട്ടികളും കൂടുതലും വരുന്നത്. നമുക്ക് ആ ഒരു മറ്റൊരു നാട്ടിൽ പോയി നിൽക്കുന്ന ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. എന്നാൽ നമുക്ക് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകളും ഉണ്ട്. ഔട്ട് സൈഡിൽ നിന്നുള്ള കുറച്ച് കുട്ടികളും ഉണ്ട്. അപ്പൊ ഭാഷ പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ട്. മറ്റു ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി പ്രാക്ടീസ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 4 വർഷവും കഴിഞ്ഞ ഒരു 3-4 വർഷവും കണ്ടിന്യൂസ് INC-യുടെ അംഗീകാരം. INC ഇപ്പൊ വേണ്ട, INC ഒരു വയനാട്ടൊരു കാര്യമല്ല. എങ്കിലും നമ്മുടെ പേരൻസിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള ഒരു കാര്യം INC ആണ്. ആ INC കണ്ടിന്യൂസ് ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ഓക്കെ. അതേപോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേഷന്, കർണാടക നേഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷന് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും ഉള്ള ഒരു ക്യാമ്പസ് ആണ് ശാന്തിനാമ കോളേജ്. എന്നാൽ ഹൈലി പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ക്യാമ്പസും അല്ല. അതായത് അത്ര വലിയൊരു ക്യാമ്പസും കാര്യങ്ങളും ഒന്നും അല്ല. ചെറിയൊരു കോളേജാണ്. BSc നേഴ്സിംഗും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അലൈഡ് കോഴ്സുകൾ ഒക്കെ ആയിട്ട് ഒരു സാധാരണ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സാധാരണ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു മിഡിൽ സാലറിയിലായിട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ അതിലും താഴെയായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന വലിയ ക്യാമ്പസ്, ഹൈക്കോർട്ട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇതൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ നീറ്റാണ്. അവിടെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതിനകത്തൊന്നും ഒരു പ്രശ്നവും കാര്യങ്ങളുമില്ല. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടില് നമ്മൾ നിൽക്കുന്ന ഒരു സാധാരണ വീടിന്റെ അന്തരീക്ഷത്തിലുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡ്, മലയാളി ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊക്കെ നോക്കി കഴിഞ്ഞാല് നല്ലതാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമുകളില് യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ആ ഒരു മീൻസ് 1ാം റാങ്ക് 2ാം റാങ്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിജയ ശതമാനം, അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നേറ്റവും കുട്ടികൾ കാണിക്കാറുണ്ട്. നമ്മൾ തന്നെ വിട്ട പല കുട്ടികളും അവിടെ ടോപ്പേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുമുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതേപോലെ തന്നെ BSc നേഴ്സിംഗ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള. അതിനോടൊപ്പം തന്നെ ജനറൽ നേഴ്സിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് BSc അലൈഡ് കോഴ്സുകൾ AT&OT, MIT, MLT തുടങ്ങിയ അതേപോലെ ഡിപ്ലോമ കോഴ്സുകൾ, ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഓൾറെഡി നമ്മളിപ്പം ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. BSc നേഴ്സിംഗ് എല്ലാ കുട്ടികളും ചോദിക്കാറുണ്ട്. 895 ഗേൾസിന് വരുന്ന ഫീസ്, 925 ബോയ്സിന് വരുന്ന ഫീസ്. ഈ പറഞ്ഞ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മാർക്കിന് മീൻസ് അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ആവാറായിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ 2025-26 വർഷത്തേക്കുള്ള ഓൾമോസ്റ്റ് അഡ്മിഷൻസും ക്ലോസ് ആവാറായിട്ടുണ്ട്.
ഇപ്പം വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിന്റെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് പേയ്മെന്റ് ഇടാൻ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ട് സ്കോളർഷിപ്പിന് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചെക്ക് ചെയ്യും. ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനൊരു ആനുകൂല്യം വരും. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിന്റെ അക്കൗണ്ടിലോട്ട് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാം സുതാര്യമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. പല പേരൻസും നമ്മളെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റു പല കോളേജുകളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, മോക്കൊന്ന് വയ്യാതായി, നമുക്ക് ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ശാന്തിധാമയിൽ ഉണ്ടായിട്ടില്ല. കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് പറയാൻ പറ്റത്ത, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അവർക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാനോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോടെ ഹാൻഡിൽ ചെയ്യാനോ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആണ്. അതാണ് ഏറ്റവും, ഞാനത് വീണ്ടും 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 പറയുന്നത് കൊണ്ടാണ്. അത്തരത്തിൽ നല്ല കോർപ്പറേറ്റീവ് ആണ് അവര്. ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാവകാശങ്ങളോ കാര്യങ്ങളോ ഒക്കെ വേണ്ട ടൈമിലൊക്കെ അവർ നമ്മളെ പരിഗണിക്കാറുണ്ട്. ആ രീതിയിലൊക്കെ 100% നമുക്കൊരു പ്രശ്നങ്ങളില്ലാതെ കുട്ടികളെ വിടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഹൈലി പ്രീമിയം ആയവര് ഒരിക്കലും ചൂസ് ചെയ്യേണ്ട. അവർക്ക് മെഡിക്കൽ കോളേജ് ആ ലെവലിലോട്ടൊക്കെ പോവാം. സാധാരണപ്പെട്ട കുടുംബത്തിന് ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ശാന്തിധാമ കോളേജ്. ഓക്കെ, അപ്പം ഈ കോളേജിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ, അതേപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റി ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ആധാർ കാർഡ്, +2ന്റെ മാർക്ക്, SSLC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയത് താഴെ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് സ്കോളർഷിപ്പിന് നിങ്ങൾ ഇതാണോ അർഹരാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി പേയ്മെന്റ് കാര്യങ്ങൾ കോളേജിന്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ തരുമ്പോൾ അതിനകത്തോട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. അതിനുശേഷം അഡ്മിഷൻ ലെറ്റർ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, എഡ്യൂക്കേഷൻ ലോണിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ആദ്യം തന്നെ എടുത്തു തരും. അതിനുശേഷം അതിന്റെ ബാക്കി പ്രൊസീജിയർ എങ്ങനെ ഗൈഡ് ലൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ലോൺ ആണ് വേണ്ടതെങ്കിൽ ഈ നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ പറയും. അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യാനും എടുക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇപ്പൊ സൈഡ് എക്സാം വരുന്നുണ്ട്, സൈഡ് റിസൾട്ട് ഉടനെ വരും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് എക്സാം കൂടെ കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് സീറ്റും കാര്യങ്ങളും ഫില്ലാവും. നിങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ പോലും അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അർഹരായിട്ടുള്ള ആൾക്കാരിലോട്ട് എത്തിക്കുക. കാര്യം ഇത് പലർക്കും ഗുണം ചെയ്യും. പഠിക്കാൻ കഴിവുള്ള പലർക്കും ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോളുക. എല്ലാവരും എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.